വർഗം, വാസ്തവം, ഷിക്കാർ, ജോസഫ് തുടങ്ങി കുറെ സിനിമകൾ എടുത്ത് നമ്മളെ ഞെട്ടിച്ച എം പത്മകുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് ഉയിർ. ഒരു കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പോലീസ് സ്റ്റേഷനെ ബേസ് ചെയ്താണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അവിടെ പ്രൊബോഷണസി ആയിട്ട് വരുന്ന അജീബ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അപ്പം അദ്ദേഹം ഫെമിലർ അല്ല, പല പല കാര്യങ്ങളും ഫെമിലർ അല്ല. അപ്പം അവിടുത്തെ പോലീസുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങുന്ന സിനിമ. പെട്ടെന്ന് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു, ഒരു ക്രൈം ഉണ്ടാകുന്നു. ആ ക്രൈം അന്വേഷിച്ച് ചെല്ലുന്ന സമയത്താണ് അറിയുന്ന ഒരു ആത്മഹത്യയാണ്. പിന്നെ വഴിയെ ആ ആത്മഹത്യ മാറി കൊലപാതകമാണെന്ന് മനസ്സിലാവുന്നു. പിന്നെ അതിന്റെ അന്വേഷണം, അതിന്റെ പുറകെയുള്ള അജീബിന്റെയും ബൈജു സന്തോഷ് ചെയ്ത കഥാപാത്രത്തിന്റെയും യാത്രയാണ് പ്രധാനമായിട്ട് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇതില് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രൈം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ത്വരയും പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു ക്രൈം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു, ആ കൊലപാതകം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് നമുക്കും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ, പ്രേക്ഷകൻ എന്ന നിലയിൽ ഇൻട്രസ്റ്റ് ആണല്ലോ. ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ഇപ്പം ജോസഫിലാണേലും അതേപോലത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏത് സിനിമകൾ എടുത്താലും നമുക്ക് കൊലപാതകം കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, ഇവനായിരിക്കും അവനായിരിക്കും, ഇങ്ങനെ ആലോചിച്ച് നമ്മൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കില്ല. ആ സാധനം സിനിമയിൽ നിന്ന് കിട്ടിയില്ല. അതിപ്പം എന്തുകൊണ്ടോ ഇതൊരു റിയൽ സംഭവമാണ്. അപ്പം ആ റിയൽ സംഭവത്തിനെ കുറച്ച് സിനിമാറ്റിക് പരിപാടികളൊക്കെ ആഡ് ചെയ്ത് ഇവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം റിയൽ സംഭവം ആവുന്ന സമയത്ത് ഇവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം റിയൽ ആയിട്ട് തന്നെ കാണിച്ചാൽ മതി ചിന്തിച്ചുകൊണ്ടായിരിക്കാം. ആസ് എ പ്രേക്ഷകൻ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് വന്നു. അജീവ് എന്ന കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് റോഷൻ മാത്യു ആണ്. പുള്ളിയുടെ കൂടെ ബൈജു സന്തോഷ് ഉണ്ട്, ഷാജു ഉണ്ട്, പിന്നെ നമ്മുടെ ശ്രുതി മേനോൻ ചെയ്ത കഥാപാത്രം പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഓക്കെ അടിപൊളിയാണ്, നല്ല കാസ്റ്റിംഗ് എന്നൊരു ഫീൽ ഉണ്ടായി. പിന്നെ വിനീത് തട്ടിൽ ഓക്കെ, നോർമലി പുള്ളി എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു കഥാപാത്രമായിട്ട് അങ്ങ് പോയി. അതായത് ഇതിനകത്ത് കുറെ വിട്ടുവീഴ്ചകളും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ, അതാണ് നമുക്ക് തോന്നുന്നത്. ചില കഥാപാത്രങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കഥയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പല സമയത്തും അവരുടെ കഥാപാത്രങ്ങൾ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അവസരങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾക്ക് കുറെ തട്ടിക്കൂട്ട് ആക്ടേഴ്സിനെ വെച്ചതുപോലെ എനിക്ക് തോന്നി. എസ് പി ആയിട്ട് വന്ന ആ ആക്ടർ ഒന്നും ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത തോന്നി. പുള്ളിക്ക് വേറൊരാളാണ് ഡബ്ബൊക്കെ ചെയ്തിരിക്കുന്നത്, പക്ഷെ അതൊന്നും അങ്ങോട്ട് സിങ്ക് ആകാത്ത പോലെ തോന്നി സിനിമയായിട്ട്. അങ്ങനെ കുറെ കഥാപാത്രങ്ങളുണ്ട് ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ. അവരെ ഒന്നും ഒരു നല്ല ഒരു ആക്ടറിനെ വെച്ച് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സിനിമയോട് ഇഷ്ടം വന്നേനെ, ഒരു ഇൻട്രസ്റ്റ് വന്നേനെ. ഞാൻ അത് വലിച്ചു നീട്ടുന്നില്ല. വളരെ ഒരു നോർമൽ, വളരെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സിനിമ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി കാണുന്ന ഒരു ഫീല് എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. പിന്നെ അവസാന സമയത്തൊക്കെ ഒരു ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കാൻ, ഇപ്പോൾ ജോസഫിലൊക്കെ സംഭവിച്ച പോലെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് ഇമോഷണൽ രംഗങ്ങളൊക്കെ ആയിട്ട് കാണിച്ചെങ്കിലും അതും ഈ പറയുന്ന രീതിയിൽ ഒരു 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 നല്ല ഫീല് പ്രേക്ഷകർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പം നിങ്ങൾ ഇനി സിനിമ ഒന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. പേഴ്സണലി എനിക്ക് സിനിമ വർക്കായില്ല. അപ്പം ഓക്കെ.